നമ്മുടെ സ്കൂളിന്റെ സ്വന്തം യൂട്യൂബ് ചാനലായ സുരലയ സർഗവേദിയുടെ 4ാം വാർഷികം വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണെന്ന് 4 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് സുരലയ എന്ന യൂട്യൂബ് ചാനൽ. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളുടെ സർഗവാസനകൾ പുറം ലോകം അറിയണമെന്നും അതിലൂടെ അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കണമെന്നും ലോകമറിയുന്ന വ്യക്തികളായ അവർ മാറണമെന്നുള്ള അതിയായ ആഗ്രഹമാണ് ഇതിനു പിന്നിൽ. എല്ലാവർക്കും പ്രണാമം. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം സുരലയ എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് 4ാം വർഷം. ഓഗസ്റ്റ് 15-ന് സുരലയയുടെ വാർഷികാഘോഷം നമ്മൾ നടത്തുന്നുണ്ട്. കോവിഡ് ആയ സമയത്ത് ഓൺലൈനിൽ കൂടെയും കഴിഞ്ഞ വർഷം അല്ലാതെയും ഒക്കെ നമ്മൾ നടത്തിയിരുന്നു. നമുക്ക് ഒരു ഗ്രൂപ്പുണ്ട്, സുരലയ സർഗവേദി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ കുട്ടികളുടെ സർഗാത്മക വാസനകൾ അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും നമ്മൾ അതിലോട്ട് കുട്ടികൾ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വേദി നമുക്ക് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഇവിടെ നടത്തിയ എല്ലാ പ്രോഗ്രാമും സുരലയ എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അതിൻ്റെ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവരെയും കൂട്ടാനായിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിച്ചത്. ബഹുമാനായ അധ്യക്ഷൻ, ബഹുമാനിയായ ഹെഡ്മിസ്ട്രസ്, ഞാനിപ്പോൾ ഒരു സകല കലാനിലയത്തിൽ വന്നു നിൽക്കുന്നതായി തോന്നുന്നു. എല്ലാ കുട്ടികളുടെ മുഖത്തും കലയുടെ പ്രസരിപ്പുണ്ട്. എല്ലാ വിഭാഗം കലകളും കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണെന്ന് ഞാൻ അറിഞ്ഞു. ഇവിടെ ഇങ്ങനത്തെ ചാനല് ഉണ്ടാക്കാനും അതിനു മുൻപ് അതിനെപ്പറ്റി ആലോചിക്കാനും അർഹതയുള്ള ഒരു അധ്യാപകരാണ് ഗോപകുമാർ സാർ. ഗോപകുമാർ സാറിൻ്റെ ഒന്നല്ല, അതിനു മുമ്പ് എനിക്കറിയാം, ഞങ്ങൾ സംഘടനകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നേരത്തെ ഇങ്ങനൊരു സംരംഭം കുറിക്കണം എന്ന് ഭാവനയിൽ കണ്ട ആ സാറിനെ ആദ്യമായിട്ട് അനുമോദിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം കലാകാരന്മാരും കലാകാരികളുമാണ്, കലാബോധമില്ലാത്ത ആരും തന്നെ ഇല്ല. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കലയുടെ അംശം നമ്മളുണ്ടായിരിക്കും. അതെങ്ങനെ പോഷിപ്പിച്ച് കൊണ്ടുവരുന്നു അതുപോലിരിക്കും അതിൻ്റെ റിസൾട്ട്. കുട്ടികൾക്ക് കലാബോധം ഉണ്ട്, പക്ഷെ രക്ഷകർത്താക്കൾ പറയുന്നത് നിങ്ങൾ ഇന്ന വിഷയങ്ങൾ പഠിക്കുക. ചിത്രം വരയ്ക്കുന്ന കുട്ടിയെ ശാസിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. പാട്ട് പാടുന്ന കുട്ടികളെ പഠിക്കാത്ത സാറ് പഠിപ്പിച്ചൊരു കവിത കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞ് ശാസിക്കുന്ന ഇതുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ വളരെ ഭക്തികാന്തരമായ സദാശിവ സാറിൻ്റെ ഒരു കവിത നിങ്ങൾ കേട്ടു. പിന്നെ നമ്മളെ സബ് ജില്ലാ നേതാവിൻ്റെ ഒരു പാട്ടും കേട്ടു. മറ്റുള്ള വ്യക്തികളെ, ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങൾ എത്ര പേര് വരയ്ക്കാൻ കഴിവുള്ളവരുണ്ട്? ഇതിൽ കൈപൊക്കി. എത്ര പേര് പാട്ട് പാടുന്നവരുണ്ട്? ഡാൻസ് ചെയ്യുന്നവര്, അഭിനയിക്കുന്നവര്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇടയിൽ പുറം ലോകം അറിയാതെ വരയ്ക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ കഴിവുള്ള, അങ്ങനെ പുറം ലോകം അറിയാത്ത ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇതിൻ്റെ ഇടയിലുണ്ട്. നമ്മൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഈ സുരലയ യൂട്യൂബ് ചാനൽ വഴി അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ കലാപ്രവർത്തനങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. ഈ ഇരിക്കുന്ന കുട്ടികളിൽ ഒരാൾ വരച്ച ഒരു ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ എത്ര പേര് അദ്ദേഹത്തെ അറിയും, അദ്ദേഹം വരയ്ക്കുമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കാണിക്കും. വളരെ മനോഹരമായിട്ട് ഇത് മാത്രമല്ല,
രക്ഷകർത്താക്കളെ, ഇന്നത്തെ ദിനം നമുക്ക് ഏവർക്കും ഒരു നല്ല സുദിനം തന്നെയാണ്. ആദ്യമായി ഈ വേദിയിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ നായർ സാറിന് ആണ്. സാറ് സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും സാറിൻ്റെ സേവനം നമ്മോടൊപ്പം ഉണ്ട്. സാറിന് ഈ പരിപാടിയിൽ പങ്കെടുത്ത സാറിന് എല്ലാ നന്ദിയും, സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായി സ്വരലയ 4ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പൂവത്തൂർ സദാശിവൻ സാർ ഒരു അധ്യാപകനാണ്, കവിയാണ്, എഴുത്തുകാരനാണ്. സാറിൻ്റെ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തോടെ അത് കേട്ടുകൊണ്ടിരുന്നു. ഇവിടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച സാറിന്, പൂവത്തൂർ സദാശിവൻ സാറിന് ഈ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു.